വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് അടിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന LDF-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP-യും പല തന്ത്രങ്ങളും പയറ്റുമ്പോൾ പദ്ധതിയെ കടലാസിൽ നിന്ന് കല്ലിടൽ വരെ എത്തിക്കുന്നതിൽ വിശ്രമരഹിതമായി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയെ കേരളവും കേന്ദ്രവും മറന്ന മട്ടാണ്. 2015 തുടക്കത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള പാരിസ്ഥിതികാനുമതി ഉൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആഗോള ടെൻഡർ വിളിച്ചത്. എന്നാൽ ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന ദിവസമായിട്ടും ഒരു കമ്പനി പോലും ടെൻഡർ സമർപ്പിക്കാൻ തയ്യാറായില്ല. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചു. അന്നാണ് ആഗോള കമ്പനികളെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തുറമുഖ നിർമ്മാണത്തിന് ക്ഷണിക്കാൻ തീരുമാനമായത്. അങ്ങനെയാണ് അദാനിയുമായി ചർച്ച നടത്താമെന്ന ആശയം രൂപപ്പെടുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് KV തോമസ് അദാനിയുമായി സംസാരിച്ചു. ആദ്യ മീറ്റിംഗിൽ ഉമ്മൻചാണ്ടി, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, KM ചന്ദ്രശേഖർ, തുറമുഖ സെക്രട്ടറി ജെയിംസ് വർഗീസ്, MD സുരേഷ് ബാബു എന്നിവർ സർക്കാരിനെ പ്രതിനിധീകരിച്ച് എത്തി. ഗൗതം അദാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഏതാനും ഉദ്യോഗസ്ഥരും കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ഇത്രയും വൻകിട പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകാവുന്ന തൊഴിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ആശങ്കയായി അദാനി പങ്കുവച്ചു. അതൊന്നുമില്ലാതെ നോക്കിക്കൊള്ളാമെന്ന് താൻ വ്യക്തിപരമായി ഉറപ്പു നൽകുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതോടെ നിർമ്മാണ കരാർ ഏറ്റെടുക്കാമെന്ന് അദാനി ഉറപ്പു നൽകി. അന്ന് ഉമ്മൻചാണ്ടി എടുത്ത പ്രത്യേക താൽപര്യമാണ് നിർമ്മാണ കരാറിലേക്ക് അദാനി ഗ്രൂപ്പിനെ എത്തിച്ചത്. ഇതിനെയാണ് അന്നത്തെ പ്രതിപക്ഷം 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയായും കടൽ കൊള്ളയായും പിന്നാലെ ചിത്രീകരിച്ചത്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് പദ്ധതിയെ തകർക്കാമെന്ന് പ്രതിപക്ഷം കരുതേണ്ടെന്നും നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്ത് സംശയവും ഉന്നയിക്കാമെന്നുമുള്ള ശക്തമായ മറുപടി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നൽകി. 2014 വരെ അധികാരത്തിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഉമ്മൻചാണ്ടി തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ അനുമതികൾ നേടിയെടുക്കുന്നതിൽ ഉപയോഗപ്പെടുത്തി. പാരിസ്ഥിതിക ആഘാത അനുമതി ഒഴികെ മറ്റെല്ലാ അനുമതികളും UPA കാലത്ത് ലഭിച്ചു. പദ്ധതി ലാഭത്തിലാകുന്നതുവരെയുള്ള കേന്ദ്ര സഹായം എന്ന നിലയിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായത് അരുൺ ജെയ്റ്റ്ലിയാണ്. ഉമ്മൻചാണ്ടി പ്രഥമ പരിഗണന വിഴിഞ്ഞത്തിന് നൽകിയിരുന്നു. വിശദമായ ഒരു പദ്ധതി രേഖ അദ്ദേഹം തയ്യാറാക്കി. അന്നത്തെ ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. PPP മോഡൽ എന്നത് കുറച്ചുകൂടി വിശാലമാക്കി. ഇതിനായി ഷിപ്പിംഗ് രംഗത്തെ വിദഗ്ധനായ ഗജേന്ദ്ര ഹാർദിയ എന്ന ഒരു ഉദ്യോഗസ്ഥനെ നിർദ്ദേശിക്കുന്നത് അലുവാലിയയാണ്. ഇങ്ങനെയാണ് പശ്ചാത്തല സൗകര്യങ്ങൾ മാത്രം സർക്കാർ നൽകുകയും നിർമ്മാണവും പ്രവർത്തിപ്പിക്കലും കരാർ കമ്പനി എന്ന വ്യവസ്ഥയിലേക്ക് വിഴിഞ്ഞം പദ്ധതി എത്തുന്നത്. വിഴിഞ്ഞം പദ്ധതി തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അത് ആര് നിഷേധിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും. ജനങ്ങൾക്കും ബോധ്യപ്പെടും.